ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഒരു പുഡിംഗ് ആണ്. ചക്കക്കുരു കൊണ്ട് ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് പാല്, ഒരു 3 ഏലക്ക പൊടിച്ചത്, പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ചക്കക്കുരു ആണ്. ഞാൻ 15 ചക്കക്കുരു ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നമുക്കാദ്യം ഈ ചക്കക്കുരു ഒരു ജാറിലിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം, കട്ട പിടിക്കാതെ നോക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുപ്പ്, നമ്മളൊരു നുള്ളുപ്പ് പറയില്ല, അത്ര മതി. ഇനി നമുക്കതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ ആദ്യം ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. നമ്മളിത് കണ്ടിന്യൂസ് ആയി തന്നെ ഇളക്കണം, കാരണം ഇതിൽ കോൺഫ്ലവർ ഉണ്ടായ കാരണം പെട്ടെന്ന് കട്ടിയായിട്ട് വരും. ഇനിതാ ഈ ഒരു രൂപത്തിലായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ പുഡിംഗ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ടേസ്റ്റി പുഡിംഗ് ആണ്.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.